കണ്ടോ വട്ടത്തിലങ്ങ് വെച്ച് അതിനെ ഭംഗിയിട്ട് വെച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞപ്പോഴേക്കും അതൊരു ലാൻഡ്സ്കേപ്പ് എലമെൻ്റായി മാറിയില്ലേ. വാഴ വരെ ലാൻഡ്സ്കേപ്പ് എലമെൻ്റ് ആണ് നമ്മുടെ ബാലിയിൽ വന്നു കഴിഞ്ഞാൽ. ഇതല്ലേ രേവതി പറഞ്ഞത്? കണ്ടോ ഒരു കുഞ്ഞി ഈ കൊലയുടെ നീളം കണ്ടോ, തിക്കായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്, നല്ല തിക്കായി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് കണ്ടോ മരത്തിന്റെ അടുത്ത് പോലെ നിൽക്കുന്നൊക്കെ വുഡാണ്. കഴുക്കോല് പോലെ നിൽക്കുന്നൊക്കെ പൂളിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ പൂളിനകത്തെ ബാറാണ്. ഹായ്, അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പിന്റെ ഇടയിൽ കൂടെയാണ്. ഇത് എന്താ പറയാ എനിക്കറിയാം, കമ്മൽ ചെടി എന്നൊക്കെ പറയും. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ബാലി ട്രിപ്പ് ഡേ 2 സ്പോൺസർഡ് ബൈ ലെക്സ്ക്രീറ്റ്. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ കുട്ടയിലാണ് ഉള്ളത്. നമ്മൾ നമ്മുടെ റിസോർട്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഒരു വ്ളോഗ് പോലെ ഇവിടെ ഇനി കുട്ടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓടിപ്പോയി കണ്ട് നടക്കാന്നുള്ള ഉദ്ദേശം നമുക്കില്ല. നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ. അപ്പം എനിക്ക് തോന്നി നമുക്ക് ഇവിടുത്തെ തന്നെ ഈ ഒരു റിസോർട്ടിലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിങ് അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ട് രേവതി, ആറ്റിക് ലാബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിന്നിട്ടുള്ള ഈ ഒരു റൂമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ മുമ്പിൽ തന്നെയുള്ള നമുക്കിവിടെ നോക്കിയപ്പോഴേക്കും ഇതിനകത്ത് ആകെ ഒരു ബ്രിക്ക് മാത്രമാണ് നമുക്ക് അറിയുന്ന ഒരു മെറ്റീരിയൽ ഉള്ളത്. ബാക്കിയെല്ലാം ഇവിടുത്തെ ഒരു വെർണാക്കുലർ മെറ്റീരിയൽ ആണ് എന്നാണ് തോന്നുന്നത്. അത് പഠിക്കണം, നമ്മൾ കാരണം എത്തിയിട്ടല്ലേ ഉള്ളൂ. നമുക്കത് നോക്കി മനസ്സിലാക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഡോറ് നമ്മുടെ ഒരു വെനിയർ ഡോർ തന്നെയാണ്. ഒരു ഡിസൈൻ പാറ്റേൺ ടെമ്പിൾ ഇൻഫ്ലുവൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് തോന്നുന്നത് അല്ലേ. അത് നമ്മളിപ്പോൾ പറഞ്ഞ മെറ്റീരിയൽ രേവതി ഇതല്ലേ, സാൻഡ്സ്റ്റോൺ പോലത്തെ ഒരു സാധനമാണ്. അതിനെ പോളിഷ് ചെയ്തിട്ടോ അങ്ങനെ ഒരു ഫീൽ, കാരണം ഇതെല്ലാം ബ്ലോക്ക് ആക്കി വെച്ചേക്കാണ്. അതിനൊരു ടെക്സ്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറെ അഗ്രഗേറ്റ്സും കല്ലും പൂഴിയോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഇത് നമ്മുടെ ബ്രിക്ക് തന്നെയാണ്. നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലത്തെ കുഞ്ഞു സൈസുള്ള ബ്രിക്സ് ആണ്. അതും അതിന്റെ മോട്ടാർ ജോയിന്റ് ഒക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കുഞ്ഞാണ്. ഇതിന് ക്ലാഡിങ് ആണോ, പക്ഷെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ക്ലാഡിങ് ആയിട്ടും തോന്നുന്നില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മൊത്തത്തിലാണ് ഇവിടുത്തെ ഒരു വർക്കൊക്കെ വന്നിട്ടുള്ളത്. അയ്യോ അത് വിട്ടുപോയി. ഇതും എന്താന്നുള്ള ഒരു ധാരണയില്ല. നമ്മളെ AC ബ്ലോക്ക് ഒക്കെ പോലെ ഉണ്ട്, ഒറ്റടിക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലേ, AC ബ്ലോക്ക് ഒക്കെ പോലെ ഉണ്ട്. പക്ഷെ അത് അവർ വെച്ച് നല്ല ഭംഗിയായിട്ട് എല്ലാ രീതിയിലും കട്ട് ചെയ്ത് കാർവ് ചെയ്തിട്ടൊക്കെ ഇവിടെ കാണുന്ന ഡീറ്റെയിലും ഒക്കെ ഇട്ടില്ലേ, അതൊക്കെ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാൾ നമ്മൾ നോക്കിയിരുന്നു ഇതിലൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേർട്ടൺ പ്ലാന്റ്സും കർട്ടൻ ക്രീപ്പർ അതെ, രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഒരാൾ ഇതിനെ ക്രോപ്പ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഈ കർട്ടൻ ക്രീപ്പേഴ്സിനെ ക്രോപ്പ് ചെയ്യുന്നുണ്ട്, ഇതിനെ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അതിന് പുറകെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇത് മൊത്തം ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഓടായിട്ടുള്ള ദിവസമല്ലേ, ഇന്നൊരു വ്യാഴാഴ്ചയാണ്, അല്ല വെള്ളിയാഴ്ച, ഇന്നത്തെ ദിവസം ശനിയായി. ഓക്കെ, അപ്പോൾ അറിവിടെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അത് നമുക്ക് അവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്ന സമയം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വൃത്തിയാക്കേണ്ടി വരും, കാരണം അല്ലാതെ നമ്മൾ ഇന്നലെ രാത്രി എത്തുമ്പോഴും നല്ല ക്ലീനായി കിടക്കിയിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടെ ഒന്ന് കാണാം. ഇത് കണ്ടോ, ഈ മെറ്റീരിയൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ അക്കോറിയൊക്കെ ചെറുപ്പത്തിൽ അക്കോറിയൊക്കെ ചെയ്യുന്ന സമയത്ത് പോളിഷ്ഡ് ആയിട്ടുള്ള പെബിൾസ് ആയിരുന്നു, കുഞ്ഞി പെബിൾസ്. അത് നമ്മൾ എന്താ പറയുക സിമെന്റിനകത്തിട്ട് ഫിക്സ് ചെയ്ത പോലെയാണ് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ. അതായത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ 1-2 ഇപ്പോൾ നമ്മളാ കണ്ട ബ്ലോക്കിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടാത്തത്. അപ്പോൾ അതിനൊരു പാറ്റേൺ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, അതിനെ ഭംഗിയായിട്ട് ഇത്രയും പോർഷൻ ഒരു പ്ലാറ്റ്ഫോം പോലെയാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ അല്ലാതെ 2 പാർട്ടൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ബോർഡർ പോലെയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പെബിൾസ് ആണ്. നല്ല രസം ഇതിനകത്ത് ചവിട്ടാനും ഒക്കെ ആയിട്ട് ഒരു ഗ്രിപ്പും കിട്ടുന്നുണ്ട്, എന്നാൽ ഒത്തിരി റഫും അല്ല. ഇതേ ബ്ലോക്ക് എന്നില്ല രേവതി ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതൊരു സാൻഡ് സ്റ്റോണിന് തോന്നുന്നു കേട്ടോ, കാരണം ഇതൊക്കെ സാൻഡ് സ്റ്റോൺ ആണ് കേട്ടോ. ഇതൊക്കെ സാൻഡ് സ്റ്റോൺ ആണ്. അതിലൊക്കെ കുഞ്ഞു ഡീറ്റെയിലുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ, ഒരു കട്ടൊക്കെ ആയിട്ടൊരു ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ക്ലാഡിങ് പോലെ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ആ ബ്ലോക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാൻഡ് സ്റ്റോൺ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഫർദർ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം.
അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തുടങ്ങിയതാണ് കയറി വന്നപ്പോൾ കണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഒരു ഹോട്ടലിലേക്കുള്ള ഒരു എൻട്രൻസ് ലോബി, ഈ ഒരു രീതിയിൽ നമ്മുടെ എൻട്രൻസ് ലോബി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് സ്പേസ് അല്ലേ, ഒരു വലിയൊരു കോർട്ട്യാർഡ് സ്പേസ്, അതിന് നടുവിൽ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു പാസേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ ഓവർലുക്ക് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, 1970 സ്റ്റാർട്ട് ചെയ്തതാണ്. 1970 2 റൂം സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതിൽ ഒത്തിരി എലമെന്റ്സും ഇതിലെ ജാളി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സംശയം, ഇത് എപ്പോൾ തുടങ്ങിയതാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളും 2017 തുടങ്ങിയതാണ്. ഏകദേശം നമ്മുടെ നാട്ടിലും ഈ ജാളിയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരേ സമയം അല്ലെങ്കിൽ ഒരു ട്രെൻഡായി വന്ന സമയം ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ജനറൽ കാര്യം, എല്ലായിടത്തും ഒരു അമ്പലമുണ്ട് അല്ലേ? ഇത് ബേസിക്കലി ഇവർ ബുദ്ധിസം, ഹിന്ദുയിസം, അങ്ങനെ കുറേ റിലീജിയൻസ് ഉണ്ട്. എല്ലാ റിലീജിയൻസും നമ്മൾ ചോദിച്ചില്ല. ബേസിക്കലി ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണം. ശരി. അപ്പോൾ ഹിന്ദുയിസത്തിൽ നമ്മൾ ഗണപതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഓഫറിങ്സ് ഒക്കെ കാണാം. ഗണപതിന്റെ മുന്നിൽ ഇവരുടെ അടിപൊളി വെയിലൊന്നും തുടങ്ങിയിട്ടാ. ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓഫറിങ്സ് പാല്, മിഠായി ഒക്കെ ഉണ്ട്. അപ്പുറത്ത് എന്തോ പൈസ ഒക്കെ വെച്ചാണ് കേട്ടോ. ഇതും ഈ പറയുന്ന പോലെ നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു സ്റ്റോൺ ആണ്. അത് ബ്ലാക്ക് കളറൊക്കെ അടിച്ചിട്ടാണ് അതിനെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെയിലിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ തന്നെ വെയിലാണ്. ഒരുപക്ഷെ ഇതിലും വെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ നാട്ടിൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ല. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി സൺസ്ക്രീം ഒക്കെ ഇട്ടാണ് നടന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ആ ലാൻഡ്സ്കേപ്പ് തൊട്ട് പറഞ്ഞു വരാം. നമ്മുടെ നാട്ടിലെ തെച്ചിപ്പൂവ്, ചെമ്പരത്തി തൊട്ട് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയിട്ട് തന്നെ ഇവിടെ ആ ഒരു നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും ബാക്കിൽ നമുക്ക് ആ ഒരു ചുമന്ന ഇത് കേട്ടോ, കോസ്റ്റസ് എന്ന് പറയുന്നത്, കോസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. പിന്നെ നമ്മളെ ചെമ്പരത്തി ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കാട് പിടിച്ച് കിടക്കുന്ന സാധനം കേട്ടോ. നമ്മളെ വീട്ടിലെ ബാക്കിൽ പറമ്പിലൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ഇതിന്റെ ബാക്കിലായി നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള പ്ലുമേറിയ, ചെമ്പാട്രി എന്ന് പറയും. പാല. ഈ ചെടിയുടെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞു? കോസ്റ്റസ് എന്ന് പറഞ്ഞ സാധനം. ഈ ഒരു പാസേജിൽ ഇത്തരത്തിലുള്ള തെച്ചിപ്പൂവൊക്കെയാണ്. ഇത്തരത്തിലുള്ള ബോക്സ് ഒക്കെ ചെയ്ത് അതിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സൈഡിലായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. അവിടെ മുഴുവൻ ഒരു സെമി ഓപ്പൺ ഡൈനിങ് സ്പേസ് ആട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതിനകത്ത് ഒരു 2-3 പൂളൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതും. അതായത് ഷാലോ ഡെപ്ത് കൂടിയതായിട്ടൊക്കെ ഉള്ള പൂള്. പിന്നെ ചുറ്റും കുറേ നമ്മുടെ ചെമ്പാട്രി അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതിന് ചുറ്റുമാണ് നമ്മുടെ മെയിൻ അക്കോമഡേഷൻ സ്പേസസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഈ തുടങ്ങുന്ന ഭാഗത്ത് നമുക്കൊരു ചെറിയ ടെമ്പിൾ പോലെ കാണാം. ഇവിടെ ഇതൊരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ലാമ്പ്, നൈറ്റ് ലാമ്പും കൂടെ ആണ്. ഔട്ട്ഡോർ നമ്മൾ നേരത്തെ കണ്ട അതേ ബ്ലോക്ക് തന്നെയാണ്. ഇതാണ് അവരെ ടെമ്പിൾ. ഇപ്പൊ ടെമ്പിളിൽ എന്തൊക്കെയോ കുറെ ഓഫറിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പറഞ്ഞ ആ 3 പൂള് കാണാം. ഒരു ചെറിയ കുട്ടികൾക്കുള്ള പൂളുണ്ട്, പിന്നെ വലിയ ആൾക്കാർക്കായിട്ടൊക്കെ ഉള്ള പൂള്. നല്ലൊരു ഡിഫറെന്റ് ഷേപ്പിലൊക്കെ ആട്ടോ. അങ്ങനെ അതെ, ഇതാണ് നമ്മുടെ ഓപ്പൺ സെമി ഓപ്പൺ ആയിട്ടുള്ള ഡൈനിങ് സ്പേസ്. നമ്മുടെ ഹെലികോർണിയും നാട്ടിലൊക്കെ ഉള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫുള്ളും ഫോറിനേഴ്സ് ആണ്. അപ്പോൾ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ സൺബാത്തും പൂളൊക്കെ ആണല്ലോ. പൂളിന്റെ സൈഡിലും ഈ പറഞ്ഞ ചെടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിംഗ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫോർമാറ്റിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് അല്ലേ? നേരെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു മോഡേൺ ഫോർമാറ്റില് കോൺക്രീറ്റും ഷിംഗിൾസ് ഒക്കെ വന്നിട്ടുള്ള അവിടെ. ഇതിന് റാഫ്റ്റർ ഒക്കെ കാണാം അല്ലേ? നമ്മളൊരു മറ്റേ ഡയഗണൽ ആയിട്ടുള്ള ഇതാണ്, മറ്റേ കഴിക്കോലും കാര്യങ്ങളൊക്കെ കാണാം. ഒരു വുഡൻ ഡീറ്റെയിലുകൾ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ കല്ലൊക്കെ ഫുള്ളായിട്ട് കാണാം. കണ്ടോ, ആളുകളൊക്കെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലാണ് അല്ലേ? തിക്കായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്, നല്ല തിക്കായി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് മരത്തിന്റെ തന്നെ ഒരു എന്താ ചെറിയ സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടേബിളും ഉണ്ട്. ഇത് തെങ്ങിലാണ് മറ്റേ നമ്മുടെ നമ്മള് ഫുള്ള് റിസോർട്ടില് പ്ലാൻ ചെയ്ത് ഇവിടെ റിലാക്സ് ചെയ്യാൻ വന്നതായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് മൊത്തം കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം. അവിടുത്തെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ ചെമ്പരത്തി ഉണ്ട്. താഴെയൊക്കെ നമ്മള് പറമ്പില് വെട്ടിക്കളയുന്ന ഒരു ടൈപ്പ് ചെടിയാട്ടോ ഇത്. ഈ ഒരു വയലൊക്കെ ഒരു വെള്ള പൂവൊക്കെ വരുന്ന ചെടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ നമ്മളെ പാരിജാതം, പിന്നെ ചേമ്പിന്റെ ഇല പോലത്തെ അത്. മണി പ്ലാന്റ് ഒക്കെ വെച്ചേക്കുന്നത് തൊണ്ടിലാണ് കേട്ടോ. തൊണ്ടൊരു ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ ബാക്ക് യാർഡായി. നമുക്കപ്പോ നമ്മുടെ മുള്ളൻചക്ക ഉണ്ടല്ലോ, ഏതാണ്? ഇതല്ലേ ഇവിടുത്തെ ഫ്ലൈറ്റിൽ കേട്ടാത്ത
ഇത് ഡൂറിയൻ ആണോ? അല്ലല്ലോ, ഇത് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു മുള്ളൻചക്ക എന്ന് പറയുന്ന സാധനമല്ലേ? ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളെ 3 പൂള് കാണാം. പൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ കുറേ സൺബാത്ത് ലോഞ്ച് ചെയർസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അഗൈൻ ഒരു ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പിന്നെ അവരുടെ ഒരു ഗെയിമിംഗ് സോണാണ്, നമ്മുടെ ടേബിൾ ടെന്നീസും ഇതൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റോൺ വെച്ച് ക്ലാഡിങ് ചെയ്തേക്കാണ്. ഇതിൽ നമ്മുടെ ഫേൺ, എന്ത് ഫേൺ ആയിരുന്നു അതിൻ്റെ പേര്? ഈ ഫേണിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഇത് കാണുന്ന ഫേണിയല്ലേ അല്ലേ? അതുപോലെ സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്ലാന്റർ ബോക്സുകൾ, നമ്മുടെ എന്താ പറയുക, ക്രീപ്പിംഗ് അല്ല, കർട്ടൻ ക്രീപ്പർ. ഇത് നമ്മുടെ നാട്ടിലുള്ള പൂച്ചവാലെന്നൊക്കെ പറയും ഞങ്ങള്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വഴിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ കണ്ട സാധനങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പൂളൊക്കെ നോക്കിയിട്ടുള്ള മസാജ് സ്പേസസ് ആണ് കണ്ടോ. ഈ ഗെയിമിംഗ് സെന്ററിലൊക്കെ ആളുകൾ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഒരു ആഗ്രഹം. നമുക്ക് അതൊന്ന് കയറി കാണാം. നല്ല രസമുള്ള സാധനം ഇത് കണ്ടോ. ഫുൾ ഇത് കഴിഞ്ഞ് ഫുൾ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വുഡില് ഭയങ്കര നല്ല ഡെക്കറേറ്റീവ് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ഓട് കണ്ടോ, ഒരു ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഷേപ്പിലുമാണ്. ഫ്ലോറിങ് നമ്മൾ ആ ഒരു സ്റ്റോൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്ലൈവുഡാണ്. നമ്മൾ ഈ ഒരു ടൈപ്പ് കാണണമെങ്കിൽ അധികം അമ്പലങ്ങളിലെ ആ ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഹിന്ദു ടെമ്പിൾസിലൊക്കെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ സ്ക്വയർ, ആ ഒരു തിട്ടയുടെ മുകളിലാണ് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അധികം കാണാം അല്ലേ. ആ ഒരു ഡയഗണൽ ആയിട്ടുള്ള കുറെയൊക്കെ അവർ പഴയ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് റാഫ്റ്റേഴ്സ് പോലെ നിൽക്കുന്നൊക്കെ വുഡാണ്, കഴുക്കോല് പോലെ നിൽക്കുന്നൊക്കെ വുഡാണ്. മറ്റേതൊക്കെ പ്ലൈവുഡ് വെച്ചിട്ട് ആ ഒരു ട്രഡീഷണൽ ഫോർമാറ്റിൽ ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഒരു സിമിലർ സാധനമാണ് ഇങ്ങനെ റിപ്പീറ്റ് ആയി പോകുന്നത്. പക്ഷേ ഈ ഒരു പോർഷനിലേക്ക് വന്നപ്പോഴേക്കും ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് അവരെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു ചമ്പാട്രീ നിറയെ മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഫ്രഷ് ആട്ടോ, അവർ എനിക്ക് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ സൈഡിലേക്കും അതുപോലെ കുറച്ച് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസേജിന്റെ സൈഡിലായിട്ട് ഡ്രെയിനേജിനെ കംപ്ലീറ്റ് കണ്ടോ, പെബിൾസ് വെച്ചിട്ട് കവർ. ഇതിലാണ് കംപ്ലീറ്റ് ഡ്രെയിനേജ് പോകുന്നത് കണ്ടോ, അതിലെല്ലാം കണക്ട് ആയി പോകുന്നുണ്ട്. അതെല്ലാം പെബിൾസ് ഇട്ട് കവർ ചെയ്തു. അപ്പോൾ ഡ്രെയിനേജ് എന്ന് പറഞ്ഞ സാധനം ഒരു വൃത്തികേടായിട്ട് കാണില്ല. ഈ ഭാഗമൊക്കെ നല്ല തിക്കായിട്ട് കണ്ടോ, മണി പ്ലാന്റും നമ്മുടെ നാട്ടിൽ വെട്ടിക്കളയുന്ന ചെടി, അങ്ങനെയുള്ള ചെടികളെല്ലാം കൂടെ ചേർത്ത് ഇവിടെ ഇതിന്റെ മുകളിൽ തന്നെ എന്താ പറയുക, സ്റ്റാഗ് ഹോൺ. നമ്മൾ ആ ഒരു മറ്റേ മാനില്ലേ, വലിയ കലമാൻ എന്നൊക്കെ പറയുന്നത്, അതിന്റെ കൊമ്പ് പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്റ്റാഗ് ഹോൺ എന്നാണ് അതിന്റെ പേര്. ശരി, അത് മണി പ്ലാന്റ് നമ്മള് മറ്റേ സാധനം, നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം. അതെ, നമ്മുടെ നാട്ടിൽ കണ്ടാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സാധനത്തിന്റെ മഞ്ഞയും കുറേ കളറുള്ള ചെടികൾ, ക്രോട്ടൺ എന്ന് പറയും. ക്രോട്ടൺ. ഇതിൽ നമുക്ക് ഇതേപോലെ ഒരു നല്ല രസമായിട്ട് പാസേജും ബേസിക് ആയിട്ട് നല്ല ലഷായി തിക്കായിട്ട് ഇത് ചെയ്യാന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. പൂളിലേക്ക് വരുമ്പോഴേക്കും ഇതെന്താണ്, ഈ സൈഡിൽ നിന്നുള്ള ഒരു ആക്സ് ആണ്. ഇവിടെ എന്തൊക്കെയോ ഡിസ്പ്ലേ വെക്കുന്നുണ്ടല്ലോ, സ്റ്റോൺസ്. ഓക്കെ, ഇവിടെ ഒത്തിരി ഇത് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ബുദ്ധന്മാരും. Can you tell me what's the material? Excuse me. Hello. What is the material? This is from stone. Stone. Yeah, what sandstone. Sandstone. Yeah, sandstone. So okay. അല്ല, ആ സ്റ്റാൻഡ് അതിൽ തന്നെ നമ്മളെ സാൻഡ്സ്റ്റോൺ കാണുന്നപ്പോൾ സാൻഡ്സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഒരു റിസർവ്ഡ് ആയിട്ടുള്ളൊരു ബാർ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്തേക്കുന്നത്, നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാട്ടോ പോകുന്നത്. സ്റ്റെപ്പ് താഴേക്കാണ്. അപ്പോൾ അത് ഹായ്. Yeah, fine. Can we get in? Just to watch? Can we get in to watch? Yeah. Sure. Okay. നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചതാ. കാരണം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, പൂള് ഈ ലെവലിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ പൂളിന്റെ താഴെ നിൽക്കുകയാണ്. ഡയറക്റ്റ് പൂളിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം. പൂളിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ, പൂളിനകത്തെ ബാറാണ്. ഹായ്. പൂളിൽ നിന്ന് നമുക്ക് ബാറിൽ നിന്ന പൂള് നമുക്ക് ഈ ലെവലിൽ നമുക്ക് പൂള്, അവിടെ ആളുകളെല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. താങ്ക് യു. അപ്പോൾ ഇവിടെയും നമുക്കൊരു വലിയ ചമ്പാട്രി ഉണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന അല്ലേ, റസീന തോന്നുന്നു, അതിൻ്റെ ഒരു ടൈപ്പ് പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഓർക്കിഡൊക്കെ വെച്ചിട്ടുണ്ട്, മരത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ചെക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇത് മറ്റേത് ചെടിയാണ്? ഇത് നമ്മുടെ അക്വേറിയത്തിനുള്ളിലും വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വെള്ളത്തിനകത്ത് വെക്കുന്ന ചെടിയാണ്. ഈ ഒരു മോഡേൺ സ്ഥലത്തേക്ക് വന്നപ്പോഴേക്കും ആ പേയ്മെന്റ് ഒക്കെ മാറി നമ്മുടെ സിമെന്റ് പേയ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വാട്ടർ ഹെലിക്കോർണിയ, അതിന്റെ പൂവ് ഇതാട്ടോ.
ഇതാണല്ലേ വാട്ടർ ഹെലിക്കോണിയൻ്റെ പൂവ്. ഹെലിക്കോർണിയ ഇപ്പൊ നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓണം ഈ ഒരു സെയിം പാറ്റേൺ നേരെ അങ്ങ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ട്രഡീഷണൽ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ വീണ്ടും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ജാലി കുറച്ച് കാര്യങ്ങളൊക്കെ റിനോവേഷൻ്റെ പാർട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴേക്കും കണ്ടോ ഭയങ്കര രസമായിട്ടാണ് ആ ലാൻഡ്സ്കേപ്പിങ്ങിനിടയിൽ കൂടെ ഓരോ ഇവിടെ ഈ ഒരു സ്റ്റെയറിന്റെ അടിയൊക്കെ അവർ യൂസ് ചെയ്തേക്ക് നോക്കാം. നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു വേസ്റ്റ് സ്പേസ് ആക്കാതെ അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പിന്റെ ഇടയിൽ കൂടെയാണ്. ഇത് ഇത് എന്താ പറയാ എനിക്കറിയാം, കമ്മൽ ചെടി എന്നൊക്കെ പറയും. നമ്മള് വെട്ടിക്കളയുന്ന ഓണത്തിന്റെ സമയത്ത്, പറമ്പിലൊക്കെ ഉണ്ടാവും. ഓണ സമയത്താണ് ഈ പൂ കാണുക അധികവും. അതെനിക്കൊന്ന് വെറ്റിലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഒരു രീതിയിൽ ബിൽഡിംഗ് കാണാനില്ല, കർട്ടൻ ക്രീപ്പേഴ്സ് ഒക്കെ കണ്ടോ ഇങ്ങനെ ചാടി കിടക്കുകയാണ്. ഇടയ്ക്ക് വാഴയൊക്കെ ഉണ്ട് കേട്ടോ, വാഴയൊക്കെ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് ഇവരെ യൂസ് ചെയ്യാം. ഇതിന്റെ നടുവിലായിട്ട് നമുക്ക് ഇവരുടെ ഒരു പാർട്ടി സ്പേസ് പോലത്തെ പോലെ ഒരു സ്ഥലമൊക്കെ വാഴ വെച്ചേക്കുന്നുണ്ട് ഭംഗിയായിട്ട്. ഇവിടെ നിലത്ത് ചെയ്തുണ്ടോ നിങ്ങൾ? രണ്ട് സൈഡിലും ബ്ലാക്ക് സാൻഡ് സ്റ്റോൺ ഉണ്ട്. ഇതേ അതും റെഡ്, ഇതെനിക്ക് തോന്നുന്നു സിമെന്റിൽ നമ്മൾ ചെയ്ത് പാറ്റേൺ ആക്കി എടുത്തതാണ്. കണ്ടോ രസമായിട്ടൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്ത് വാഴയാ? എന്ത് നമ്മുടെ സാധാ വാഴ, അതാ പഴമൊക്കെ ഉണ്ട്, അവര് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. സാധാ വാഴയാണ്, വീട്ടിന്റെ ബാക്കിൽ മനസ്സിലാവും. പഴം കൊല നിപ്പുണ്ട്. സാധാ വാഴ ഭംഗിയായിട്ട് നട്ടപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കിട്ടി. വാഴക്കൊല ഉണ്ടല്ലോ, വാഴക്കൊലയുണ്ട്. അതെ, വാഴയും ഡിഫറെന്റ് നാടൻ വാഴക്കൊല തന്നെയാണ്. നമുക്ക് സെൻട്രലായിട്ട് ഇങ്ങനൊരു ഒരു ഗസിബോ അല്ല, ആക്ച്വലി ഒരു സെൻട്രൽ സ്പേസ് ആണ്. ഇവിടെയൊക്കെ അവരുടെ ഓഫറിങ്സ് ഒക്കെ കാണാം. നമുക്ക് ഇന്റീരിയറിൽ പാർട്ടീഷനിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വുഡൻ ഡീറ്റെയിൽ കണ്ടോ, ഇത്തരത്തിലുള്ളൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്പേസിന്റെ സൈഡിൽ നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ ഒരു വാഴ കണ്ടതുപോലെ തന്നെ ഇവിടെ വേറൊരു വാഴ രേവതി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാഴ കാണാൻ നമ്മുടെ നാട്ടിൽ അതേ വാഴ തന്നെ, കൊല ഭയങ്കര ഡിഫറെന്റ് ആണ്. കൊല ഞാനിപ്പോ തന്നെ വെള്ളത്തിലേക്ക് വീണാൻ, അതിന്റെ സൈഡിൽ ഇങ്ങനെ വെള്ളവും മീനൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കിയാൽ ഇതല്ലേ കൊല? ചാടട്ടെ അങ്ങോട്ട് കഴിഞ്ഞാല് ഇതാ ലെങ്തില് കൊല ഇവിടെ എത്തി നിൽക്കുകയാണ്. തോന്നുന്നു കൊലക്ക്. അതൊരു രേവതി നമ്മുടെ ഇവിടെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എലമെന്റ്സ് വെച്ച കാര്യം ഒന്ന് ഇപ്പുറത്തേക്കോ. ഇത് എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നമ്മുടെ ക്രോട്ടനും മണി പ്ലാന്റും കൂടെ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഇവിടുത്തെ ഒരു പാസേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാൻഡ് സ്റ്റോൺ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്തു സിമെൻറ്റിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കണ്ടോ ഓരോ എലമെന്റ്സ് ഒക്കെ വെച്ചത് കണ്ടോ, മറ്റേ ദ്വാരപാലകരെ പോലെ ഒരു എലമെന്റ് ലൈറ്റ് ആയിരിക്കും അല്ലേ? ലൈറ്റ് ആയിരിക്കും തോന്നുന്നു. ഇല്ലേ, ഒന്നുമില്ല, വെറുതെ വെച്ചതാണ്. ശരി, ഒന്നുമില്ല. ഇവിടെ വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു പോട്ട്, എനിക്ക് ഇതിനകത്ത് ഫൗണ്ടൈൻ എന്തുകൊണ്ട് തോന്നുന്നു, അതിൽ ഒരു വാട്ടർ പോയിന്റ് ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട് അല്ലേ? കണ്ടോ ഈ ഒരു വാഴേനെ നമ്മുടെ നാട്ടിൽ ചുമ്മാ പരത്തി വെക്കുന്നതിന് പകരം ഭയങ്കര ഡിസൈൻഡ് ആയിട്ട് ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് കണ്ടോ വട്ടത്തിലങ്ങ് വെച്ച് അതിനെ ഭംഗിയിട്ട് വെച്ച് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞപ്പോഴേക്കും അതൊരു ലാൻഡ്സ്കേപ്പ് എലമെന്റ് ആയി മാറിയില്ലേ? വാഴ വരെ ലാൻഡ്സ്കേപ്പ് എലമെന്റ് ആണ് നമ്മുടെ ബാലിയിൽ വന്നു കഴിഞ്ഞാൽ. ഇതല്ലേ രേവതി പറഞ്ഞത്? ഇങ്ങനെ ഒരു പാസേജ്, അതിന്റെ സൈഡിലായിട്ട് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചെടി എന്തിനാ വെച്ചിട്ടുള്ളത്? പ്ലാസ്റ്റിക് ഡവർ നമ്മുടെ ക്യാനില് കട്ട് ചെയ്തിട്ട് അതിലാണ് ഇങ്ങനെ ഇരിക്കും. ശംഖുപുഷ്പം അല്ലേ? അതാ അടിപൊളി. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ റിസോർട്ടിലെ. കാരണം ഇനി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ നടന്ന് ഇവിടെ കാണിച്ചാൽ ഓരോ ക്യാമറ എവിടെ വെച്ചാലും ഭയങ്കര കാണിച്ചു തരാം. ഡ്രാഗൺ പോലത്തെ ഇവിടെ എല്ലാ ഇതിലൊരു ടെമ്പിൾ ഉണ്ടാവുന്ന പറഞ്ഞു. ഇതാ ഇവിടെ ഒരു ഇതിരിക്കുന്നുണ്ട്, ഒരു ഗണപതിയൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ടെമ്പിൾ ആണ്. എലിയൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. അതെന്താ സാധനം? ഡ്രാഗൺ. ഓക്കെ, ഇങ്ങനെയാണ്
ഈ സ്ഥലങ്ങളെല്ലാം ഉള്ളത്. ഇതെല്ലാം ഒരു ട്രഡീഷണൽ ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. കണ്ടോ, വുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ട്രഡീഷണൽ ഫോർമാറ്റിൽ തന്നെ. നമുക്കിതിൻ്റെ പിന്നിൽ കൂടെ നടക്കാം. ഇത് കൂടെയൊക്കെ നടക്കുമ്പോഴേക്കും മൊത്തം ചെടികളെ കൊണ്ട് ഇഞ്ചിച്ചെടി പോലത്തെ ഇഞ്ചിച്ചെടി പോലെയുള്ള പ്ലാന്റ് ആണ്. പൂവൊന്നും കാണാനില്ല, സാധാരണ ഒരു പൂ കാണും താഴെ. ചെടികൾ വെച്ച് നിറച്ച് ആ നാച്ചുറൽ മെറ്റീരിയലും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ സ്റ്റൈലും ഇതെല്ലാം കൂടെ ചേർന്നാണ് രാജമല്ലി. കാട്ടിലുണ്ടാവുന്ന ചെടി, നമ്മുടെ കാട് പിടിച്ച് വെട്ടിക്കളയുന്ന ചെടി. വീട്ടിലൊക്കെ വലിയ മരം പോലെയൊക്കെ നിൽക്കാറ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇവിടെ നടന്ന ഓരോ സാധനം കണ്ടു കഴിയുമ്പോഴും അതെല്ലാം നമുക്ക് കാണിക്കേണ്ടി വരും. വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ നോക്കാം. ഇതും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഒരു കുഞ്ഞി ഈ കൊലയുടെ നീളം കണ്ടോ? പഴുക്കുന്നുണ്ട് കേട്ടോ മേലെ. ഇതിൽ പൂവൊക്കെ പോയിട്ടുണ്ട് കേട്ടോ താഴത്തെ. ഇവിടെ എത്തുമ്പോഴേക്കും ആ വോളി അങ്ങ് മാറി. കണ്ടോ, ചെറിയൊരു പാസേജ് എന്നങ്ങ് വന്നിട്ട് നല്ലൊരു വോളിയത്തിലേക്ക് വന്ന് മുഴുവനായിട്ട് ബാംബൂല ചെയ്തിട്ടുള്ളത്. അവരുടെ ഓഫറിങ്സും അവരുടെ ഒരു കസ്റ്റം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊന്ന് തട്ടി വെക്ക്.